പിരിഞ്ഞുപോയൊരു പ്രണയം തിരിച്ച് വരാൻ വേണ്ടിയൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് വരാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോ എന്റെ മനസ്സിൽ അത് വീണ്ടും എന്റെ കൂടൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഇപ്പം നമ്മൾ ഈ മിസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഇപ്പൊ ആളില്ല, പക്ഷെ വേണം എന്ന് ആഗ്രഹിക്കുന്നതിനാണ് ഈ മിസ്സിങ് എന്ന് പറയുന്നത്. പക്ഷെ ആ ആൾ ഇപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ആളുടെ സക്സസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ ലൈഫിൽ സക്സസ് ആകുന്നത്, സന്തോഷിക്കുന്നത്, ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൂടെ ഇപ്പൊ വേണ്ട എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരാൾ എൻ്റെ ലൈഫിലേക്ക്, എസ്പെഷ്യലി അയാൾ എൻ്റെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ലൈഫിൽ എന്ത് സംഭവിച്ചാൽ, അയാൾക്ക് ഇനിയിപ്പോ എന്ത് ചെയ്താലും, എന്ത് സംഭവിച്ചാലും, ഒരു പക്ഷേ ഇനിയിപ്പോ ഫിസിക്കലി അയാൾ നാളെ ബെഡ്റിഡനായിട്ട് കിടന്നാലും അല്ലെങ്കിൽ തളർന്നു പോയാലും എന്ത് സംഭവിച്ചാലും ഞാൻ ഉണ്ടാവും. ഈ ലൈഫ് ഞാൻ ജീവിച്ച് തീർക്കാൻ പോകുന്ന അയാളുടെ കൂടാണ് എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും നമ്മൾ ലൈഫിലേക്ക് ഇരിക്കുക. പക്ഷേ എനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്ന് പോയ ഒരു സമയത്ത് എനിക്ക് പിന്നീട് അത് മനസ്സിലായ ഒരു കാര്യം, നേരെ തിരിച്ച് എന്റെ ലൈഫിലാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നെങ്കിൽ അയാളെ കൂടെ ഉണ്ടായേക്കില്ല. എനിക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലായത് പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്തോളം അയാൾ പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഈ ഒരു ലൈഫൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതല്ല, ഞാൻ വിചാരിച്ച പോലുള്ള ലൈഫ് എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അയാളെ വിട്ടിട്ട് പോയി എന്നെ. പക്ഷേ ഞാൻ അയാളുടെ സക്സസിന് വേണ്ടിയിട്ട് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അതാണ് എൻ്റെ സ്നേഹം.